ഇത് മാസ് മോട്ടോഴ്സാണ്. ഹീറോ ഹോണ്ടയുടെ പ്ലഷറാണ് വണ്ടി നമുക്ക് വർക്കിനായിട്ട് ഇടുന്നത്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കുന്നത് ഓൾറൗണ്ട് കാർഡ് വെൽഡ് ചെയ്യണ കേസ് പറഞ്ഞിട്ടുണ്ട്. മൊത്തം വെൽഡിങ് കൂട്ടി കിടക്കുകയാണ്. പിന്നെ മിറർ ടൈറ്റ് ചെയ്യണം, ബ്രേക്ക് ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ബാക്ക് വീല് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ജനറൽ സർവീസ്, ഓയിൽ ചെക്കപ്പ്. പിന്നെ നിലവിൽ വണ്ടി ഫ്രണ്ട് വീല് ഫുള്ള് സ്റ്റക്കായി പോയിരുന്നതാണ്. അപ്പോൾ നമ്മളത് പോയി നോക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് ആയിരുന്നു. എൻ്റെ ഹബ്ബ് ലൈനറൊക്കെ അതിൻ്റെ ഉള്ളിൽ പൊട്ടിപ്പോയിട്ട്. അപ്പോൾ ഹബ്ബും ലൈനർ ഈ സബ് പാനൽ കൂടിയിട്ട് ഓൾറെഡി സെക്കൻഡ് ഹാൻഡ് പഴയത് പറഞ്ഞ കസ്റ്റമർ എടുത്തതാണ്. ആ രീതിയിൽ നമ്മൾ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സർവീസിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് തന്നെ യൂസ് ചെയ്യാം. നിലവിൽ ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ റീസെറ്റാക്കി എടുക്കാം. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റിമാണ്. അതിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനുണ്ട്. ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ബോക്സിൽ തന്നെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ, നല്ല ഓയിലാണ്. എയർ ഫിൽറ്റർ നോക്കുമ്പോൾ പൊടി കയറി ഫുള്ള് ബ്ലോക്ക് ആയേക്കാണ്. അപ്പോൾ എയർ ഫിൽറ്റർ ശരിക്കും ഇത് യെല്ലോ കളറാണ്. ഇതിൻ്റെ പൊടി കയറിയിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയേക്കണേ. നിലവിൽ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. പക്ഷേ പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്കായി പോയിട്ടുണ്ട്. ഇത് ശരിക്കും ഓരോ 10,000 മാറ്റേണ്ടതാണ്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞ് നല്ലോണം ഓടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റി കളയാം. ക്ലച്ച് സൈഡ് നമ്മൾ ചെക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാണ്. അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ ഉള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ അതിൻ്റെ ഓരോ പാർട്സും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്, ഓരോ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട്. അതിനകത്ത് സെൽഫ് അടിക്കുമ്പോൾ വർക്ക് ചെയ്യണ ഒരു പീസാണിത്, ബെൻഡെക്സ് എന്ന് പറയും. അത് ഓൾറെഡി ടൈറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രീ ആയിട്ട് വർക്കാവണം. ഇത് തുരുമ്പിട്ടിട്ട് ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കണം കേട്ടോ. അതായത് നല്ലോണം ടൈറ്റായിട്ടുണ്ട്. നിലവിൽ വണ്ടി വരുമ്പോൾ സെൽഫൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ കിടക്കുന്നത് കഴിഞ്ഞാൽ പിന്നീട് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നോലെ നമുക്കിത് മാറ്റിയിടാം, അതല്ലെങ്കിൽ ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിടാം. ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിട്ടാൽ നമുക്കൊരു ഉറപ്പ് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം. ഇപ്പോൾ വരുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി പിന്നീട് അത് കംപ്ലയിൻറ്റ് ആയിക്കൂടായില്ല. ഓൾറെഡി ഇപ്പോൾ തന്നെ സ്റ്റക്കാണ് കേട്ടോ. മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ചെറിയ തേമാനമൊക്കെ ഉണ്ട്, അത് നോർമൽ നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ടുള്ള തേമാനമുള്ളൂ. ക്ലച്ച് ഷൂൻ്റെ ഭാഗം നോക്കുമ്പോൾ ക്ലച്ച് ഷൂ ഒക്കെ ഓൾറെഡി തീർന്നേക്കുന്ന സിറ്റുവേഷനാണ്. ഇത് ഫുള്ള് ഇത്രയും സ്റ്റെപ്പ് തീർന്നേക്കണേ കാണും കേട്ടോ, ഫുള്ളായിട്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് അത് ഉരച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റാക്കി ഇടാം. അത് ഈ ക്ലച്ച് ഷൂ മാറ്റുമ്പോൾ കൂട്ടത്തിൽ കൂടെ ക്ലച്ച് ഔട്ടൊക്കെ മാറ്റേണ്ടി വരും. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓൾറെഡി ഇതൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ തൽക്കാലം അത് ക്ലീൻ ചെയ്തിടാം. പിന്നീട് പോകുന്തോറും കുറേ കഴിഞ്ഞാൽ അത് അയച്ച് മാറ്റിക്കളഞ്ഞാണ്. കമ്പനി ബെൽറ്റ് കിടക്കണതുമേ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ അത്യാവശ്യം ചെറിയ പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ ലോക്കൽ കിടന്ന് ഓടണേന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അടുത്ത സർവീസിൽ അയച്ചു നോക്കിയിട്ട് മാറ്റിയാലും മതി. അടുത്ത സർവീസിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 4 മാസമാണ് സർവീസിൻ്റെ കാലാവധി കേട്ടോ. അതിനുള്ളിൽ പൊട്ടാനുള്ള സാധ്യത കുറവാണ്. നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓട്ടം ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണ നോക്കരുത്, നിങ്ങൾ ഈ സാധനം മാറ്റി കളഞ്ഞോണം കേട്ടോ. കാരണം ബെൽറ്റിൻ്റെ കേസാണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ കുഴപ്പമില്ല എന്തോ രീതിയിലാണ് നമ്മൾ പറയണമെങ്കിൽ പോലും റബ്ബർ ബെൽറ്റാണ്, എപ്പോൾ വേണമെങ്കിലും പൊട്ടി പോവാം. അപ്പോൾ നമ്മളുടെ ഉപയോഗം കസ്റ്റമർക്ക് അവരുടെ ഉപയോഗം അവർക്കാണ് അറിയുള്ളൂ. അപ്പോൾ അതും പ്രകാരം വെച്ച് നോക്കുമ്പോൾ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ കൈയോടെ ബെൽറ്റ് മാറ്റിയേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യുന്നതിൽ ചെയ്താൽ മതി, മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കേട്ടോ. നിലവിൽ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം നമ്മുടെ ഈ ചെറിയ ഓട്ടങ്ങൾക്കൊക്കെ സാധാരണ ഇങ്ങനെ ചെറിയൊരു പൊട്ടൽ വീണിരിക്കുന്ന ബെൽറ്റാണെങ്കിൽ പോലും സാധാരണ പ്രോബ്ലം വരാറില്ല. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയണേ. പിന്നെ വീണ്ടും സജഷൻ പറയണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവരവരുടെ ഉപയോഗം അവരവർക്ക് അറിയുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് മാറ്റേണ്ടതാണെങ്കിൽ കൈയോടെ മാറ്റിച്ചോണം. പിന്നെ അതേപോലെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം ലീക്കേജ് ഉണ്ട്. അപ്പോൾ മൗണ്ട് റബ്ബറും ആ ഗ്യാസ്കറ്റും മാറ്റിയിട്ട് അത് റെഡി ആയിക്കോളും. പിന്നെ അത് ഇവിടുത്തെ ASV എന്ന് പറഞ്ഞൊരു പൈപ്പ് പൊട്ടിയിട്ട് ഇവിടെ ടേപ്പൊക്കെ ചെയ്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ നന്നായിരിക്കും. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്ക് ആ ഭാഗം തള്ളിപ്പോവും. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഒന്ന് അഴിച്ച് കഴുകുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയിലേക്ക് കാണുന്നുണ്ട്, ഫുള്ള് ചെളിയും തുരുമ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒന്ന് വാട്ടർ സർവീസ് ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കൂട്ടത്തിൻ്റെ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓൾറൗണ്ട് ഗാർഡിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ. നിലവിൽ ഇത് കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബോൾട്ടൊക്കെ അഴിച്ച് മാറ്റിയിട്ട് പുതിയ ബോൾട്ടൊക്കെ TVSൻ്റെ ബോൾട്ട് ആയതിൽ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യണം, എന്നാലാണ് ആ ബലത്തിൽ നിൽക്കുകയുള്ളൂ. ഇതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇത് അഴിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒടിയും. സാധാരണ സംഭവിക്കണം അങ്ങനെയാണ്. ഒടിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളത് വെൽഡിങ് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ആ ബോൾട്ട് അഴിച്ചെടുത്തിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ താമസം തന്നെ പണിയാണ്. നമുക്ക് ഇന്നത്തേക്കൊന്നും തരാനായിട്ട് പറ്റില്ല. നാളെ ചിലപ്പോൾ അവധിയായിരിക്കും. അപ്പോൾ പെരുന്നാളിൻ്റെ അവധിയൊക്കെ വന്നേക്കാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം അതൊക്കെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ
തൽക്കാലത്തേക്ക് വലിയ ഇതില്ലാത്ത രീതിയിലേക്ക് സ്ക്രൂ ചെയ്ത് എന്തെങ്കിലും വെക്കാം. അതാണ് ചെയ്യാൻ പറ്റാട്ടോ. യഥാർത്ഥത്തിൽ ചെയ്യുകയാണെങ്കിൽ ആ ബോൾട്ടൊക്കെ അഴിച്ച് മാറ്റി ക്ലിയറായിട്ട് വെൽഡ് ചെയ്ത് തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെയിൻറ്റ് ടച്ച് ചെയ്ത് ഗ്രീസൊക്കെ ഇട്ടിട്ട് ആ ബോൾട്ട് ടി വി എസിൻ്റെ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും. അല്ലാതെ ചെയ്യുന്ന എന്ത് വർക്കും ഉടായ്പിൽ ചെയ്യണ വർക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ചെയ്യണതിന് പ്രശ്നം ഉണ്ടായിട്ടല്ല, സമയം എടുക്കും. അപ്പോൾ അതിനുള്ള സമയം തന്നാൽ മാത്രമാണ് നമുക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മെക്കാനിക്കൽ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യണതാണ്, വെൽഡിങ് വർക്കൊക്കെ പുറമെ വന്ന വർക്കുകളാണ്. അപ്പോൾ അവരുടെ ഗ്യാപ്പ് പോലെയൊക്കെയാണ് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് പറയാം. അതല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഇവിടെ എന്തെങ്കിലും സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്ത് വയ്ക്കാം. പിന്നീട് എപ്പോഴേക്കും സമയമുള്ളപ്പോൾ അഴിക്കുക ചെയ്യാം. ഇത് അഴിക്കണമെങ്കിൽ മൊത്തം ഈ ബോഡിയൊക്കെ അഴിക്കണം, ഫുള്ളായിട്ട് അഴിച്ചിട്ട് വേണം വെൽഡ് ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ ചേഞ്ച് എനിക്ക് കുറച്ച് വൈകിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ലെവൽ ഒരല്പം കുറവ് കാണുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ഹബ്ബൊക്കെ ഓൾറെഡി സെക്കൻഡ് ഹാൻഡ് എടുത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹബ്ബും ഈ പ്ലേറ്റൊക്കെ സെക്കൻഡ് ഹാൻഡ് എടുത്ത് തന്നതിനാണ്. ഫ്രണ്ടിലെ ബ്രേക്ക് ലൈനറും ഓൾറെഡി കസ്റ്റമർ തന്നിട്ടുണ്ട്. അതും ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് തന്നേക്കണേ. പിന്നെ ഫ്രണ്ടിലത്തെ കുഷ്യൻ്റെ ഈ വന്ന ഷോക്കിൻ്റെ ബുഷൊക്കെ ഇതുമേ നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. ഈ സംഭവം ഉണ്ട്, ഇതൊക്കെ കൈയോടെ മാറ്റി കളയാം. കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ഫ്രണ്ട് ഗട്ടറൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ അടി കാണിക്കും. അതേപോലെയാണ് ലിങ്കിൻ്റെ ഇതിൻ്റെ ഉള്ളിലും പിച്ചള ബുഷോ വരാം, അതും നല്ല രീതിയിൽ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ബുഷ് സെറ്റ് മാറ്റിയിടാണെങ്കിൽ ഫ്രണ്ടിലത്തെ ആ ഒരു ഇളക്കം, വലിയ ഇളക്കമൊക്കെ മാറിക്കോളും. പിന്നെ ഫ്രണ്ട് മൺകാട് പൊട്ടിയിരിക്കുന്നുണ്ട്, അതും കസ്റ്റമർ മേടിച്ചു തന്നിട്ടുണ്ട്. അതും ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. പ്ലഷറിൻ്റെയൊക്കെ ഒട്ടുമിക്ക പാർട്സുകളും ഡ്യൂപ്ലിക്കേറ്റാണ് കിട്ടാനുള്ളൂ, ഒറിജിനൽ കിട്ടാനില്ല കേട്ടോ. പിന്നെ ചോക്കിൻ്റെ കേബിൾ ഇവിടെ പൊട്ടിയിട്ട് ഇവിടെ ടേപ്പ് ചെയ്ത് ഒട്ടിച്ചൊക്കെ വെച്ചേക്കണേ. പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ട്. മാറ്റിയിടാണെങ്കിൽ നല്ലതാണ്, കാരണം അത് പിന്നീട് ചോക്ക് ടൈറ്റ് ആവാനുള്ള സാധ്യതയുള്ള സംഭവമാണ് ഇത് കേട്ടോ. അപ്പോൾ മാറ്റിയിടുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ എസ്റ്റിമേറ്റിൽ അതുകൂടി ഉൾപ്പെടുത്തി പറയാം. നോക്കിയിട്ട് വീഡിയോ കാണാം ക്ലിയറായിട്ട്. അതിന് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് കൃത്യമായിട്ട് പറയാം ഏതൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഒഴിവാക്കേണ്ടത്. വെൽഡിങ്ങിൻ്റെ കേസ് കറക്റ്റായിട്ട് പറയണം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കേസ് കറക്റ്റായിട്ട് പറയണം. അതേപോലെ തന്നെ ബെൽറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ കേസ് കൂടി പറയണം കേട്ടോ. ബാക്കിയത്തെ ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്താം, അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്ത് തരാം.